ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ മലയാളം അറിയുന്നവർക്ക് സർക്കാർ സ്ഥാപനത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട്. സ്ഥിരം ജോലിയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി എങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ മലയാളം അറിയുന്നവർക്ക് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഇപ്പോൾ സ്വീപ്പർ ഫുൾ ടൈം തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം മലയാളം അറിയുന്നവർക്ക് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സ്വീപ്പർ തസ്തികയിൽ മൊത്തം 3 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ജസ്റ്റ് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. സോ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 286/2024. തസ്തികയുടെ പേര് സ്വീപ്പർ ഫുൾ ടൈം. ഒഴിവുകളുടെ എണ്ണം 3 ആണ്. വാക്കൻസി കുറവാണെങ്കിലും മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. ജോബിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 16,500 രൂപ നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 35,700 വരെ നിങ്ങൾക്ക് സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. സ്റ്റാർട്ടിങ്ങിലാണ് 16,500 ലഭിക്കുന്നത്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. ഗസറ്റിൽ വന്ന തീയതി നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാൻ ആരംഭിക്കേണ്ടത് 2024 ഓഗസ്റ്റ് 30-നാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ഒക്ടോബർ 3 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് തസ്തികയുടെ പേര് സ്വീപ്പർ. ഒഴിവുകളുടെ എണ്ണം 3. സാലറി 16,500 പിന്നീട് 35,700 വരെ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര് സ്വീപ്പർ. പ്രായപരിധി എന്ന് പറയുന്നത് 18 to 36. 18-നും 36-നും ഇടയിലുള്ളവർക്കും അതേ ഏജിലുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് യോഗ്യതയാണ് സ്വീപ്പർ. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരതയാണ്. നെക്സ്റ്റ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ PSC പ്രൊഫൈൽ വഴി ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. 1/1/2022 മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്.
തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ, പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റൊക്കെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. വേക്കൻസി കുറവാണ് എങ്കിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.